കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ഗീതവും ഗോവിന്ദും കൂടെ രക്ഷപ്പെടാനായിട്ട് പുലിവേഷമൊക്കെ ഇട്ട് ഇറങ്ങണ സമയത്താണ് രാധികാമ്മ അവിടെ പിടിച്ചു നിർത്തുന്നത്. അങ്ങനെ നിർത്തി കഴിഞ്ഞപ്പോ രാധികാമ്മയുടെ പേര് അറിയാതെ ഗോവിന്ദിന്റെ വായിൽ നിന്ന് വീണുപോയി. അതിന്റെ പേരില് രാധികാമ്മയ്ക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാവണം. എന്താണെങ്കിലും ഇവിടെ വരെ വന്നല്ലേ, ഇവരുടെ മുഖം ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മുഖം മൂടി അങ്ങോട്ട് മാറ്റാൻ തുടങ്ങുവാണ്. ഈ സമയത്ത് പെട്ടെന്ന് മാനേജർ പറഞ്ഞു, അയ്യോ മാഡം മുഖം മൂടി മാറ്റണ്ടെന്ന് പറയാം. അതെന്താ? അല്ല, അവർക്ക് അവരുടേതായ പ്രൈവസി ഉണ്ട്, അപ്പൊ അത് മുഖം മൂടി മാറ്റുന്നത് ശരിയല്ല എന്ന് പറയാം. ഇത് കേട്ടൻ രാധിക പറഞ്ഞു, അല്ല ഞങ്ങൾക്കറിയാൻ ആഗ്രഹമില്ലേ, ഞങ്ങളെ അറിയാവുന്നവരല്ലേ, അതൊക്കെ ശരി തന്നെയാ, പക്ഷേങ്കിൽ അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ട് കാണും മാഡം, അതുകൊണ്ട് അങ്ങനെ ചെയ്യല്ലെന്ന് പറയാം. ഇത് കേട്ടതും പെട്ടെന്ന് രേഖ ശരിയായിരിക്കും, അമ്മ വേണ്ട അമ്മയെന്ന് പറയാണ്. എന്നാ ശരി, കുഴപ്പമില്ലാന്ന് പറയാണ്. അപ്പോഴാണ് ശരിക്കും ഗോവിന്ദനും ഗീതനും ഒരു ശ്വാസം തന്നെ നേരെ വീണത്. ദൈവം ഒരു നിമിഷം ആകെപ്പാടെ ഭയന്ന് പോയിട്ടുണ്ട് എന്താ സംഭവിച്ചെന്നുള്ളത്. പിന്നീട് അവരവിടുന്ന് ഒരു പാച്ചിലായിരുന്നു പാഞ്ഞത്. കാരണം ഒരു കാരണവശാലും ഇനി പുറകെ വന്നു പോലും പിടിക്കരുത്. അങ്ങനെ അവർ രക്ഷപ്പെട്ട് നേരെ അവിടെ ആ ബോട്ട് കയറുന്നതിന് അങ്ങോട്ട് വന്ന് നിൽക്കുവാണ്. ഇനിയിപ്പം ബോട്ട് വന്നാൽ മാത്രം മതി, എന്നാലോ അക്കരെ എത്താനായിട്ട് പറ്റുള്ളൂ. ഈ സമയത്ത് അജാസും അവരുടെയൊക്കെ മുറിക്കുള്ളിലാണ്. അപ്പൊ അവരെന്താ വരാത്തേന്ന് ഓർത്തോണ്ട് ഇങ്ങനെ ആകെപ്പാടെ ടെൻഷൻ അടിച്ച് നിൽക്കുക. ഈ സമയം ഗീത പറഞ്ഞു, ഗോവിന്ദന്റെ ഒരു വാചകം കാരണോ ഇപ്പൊ നമ്മൾ ഈ ഓട്ടോ ഓടേണ്ട വന്നത്. എന്റെ ദൈവമേ, രാധികാമ്മ എങ്ങാനും അതെ ആ മുഖംമൂടി തുറന്നു നോക്കിയായിരുന്നെങ്കിൽ എന്താകുമായിരുന്ന അവസ്ഥ? എന്താവാനായിട്ട്? പിന്നെ ഇപ്പൊ ഈ പറയുന്ന ധൈര്യമൊക്കെ കാണും. രാധികാമ്മയുടെ മുന്നില് മുട്ടുകൊട്ടി ഇടിക്കാതെ ഗോവിന്ദന് നിൽക്കാൻ പറ്റുമെന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ ഞാന് പറ്റില്ലല്ലേ, എനിക്കറിയാം, എന്നിട്ടാ വലിയ ആള് കളിക്കുന്നത്. മിണ്ടാതിരുന്നോണോ അവിടെ. താങ്ക്സ് പറഞ്ഞേക്കുന്ന രാധികാമ്മയുടെ പേര് പറഞ്ഞിട്ട് എന്റെ കൂടെ ഒന്നും പറയിക്കരുത്. മനുഷ്യൻ ഇവിടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കാം. ഹണിമൂൺ ട്രിപ്പ് ആഘോഷിക്കാൻ വന്നിട്ട് ഇപ്പൊ നല്ല ഒന്നാന്തര ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത പോലെ ഓടിയേക്കുന്നേ. അല്ല സത്യം പറഞ്ഞ് നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇവിടെ വന്ന് കുറച്ച് ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നല്ലാതെ ഒരു പ്രയോജനം ഉണ്ടായില്ല. ഇതിനേക്കാളും ഭേദാ വീട്ടിലെവിടെയെങ്കിലും ഇരിക്കുന്നതായിരുന്നു പറയാം. ഇത് കേട്ടെന്ന് ഗോവിന്ദ് പറഞ്ഞു, ഇപ്പൊ തർക്കിക്കാനുള്ള സമയമൊന്നും അല്ല. അതെ, അവരെത്രയും പെട്ടെന്ന് വന്നാൽ മതിയായിരുന്നു. അവര് വരാതെ എങ്ങനെയാ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുന്നേ? നമ്മുടെ ബാഗും കാര്യങ്ങളും എല്ലാം അവരുടെ കയ്യിലെന്ന് ചോദിക്കാം. അത് ശരിയാ, പക്ഷെങ്കില് അവർക്കിനി എന്തേലും ബുദ്ധിമുട്ടുണ്ടായിക്കണോ? അവർക്ക് പുറത്തിറങ്ങാൻ പറ്റണ്ടേ? പുറത്തിറങ്ങാൻ പറ്റിയാലല്ലേ വരാൻ പറ്റുള്ളൂ എന്ന് പറയാം. അത് ശരിയാണ്. ഈ സമയം അജാസ് അവരിനോട് പറഞ്ഞ്, ശരി ഇപ്പൊ അവരങ്ങോട്ട് പോയി കാണായിരിക്കും, നമുക്ക് പോകാന്ന് പറയണം. അങ്ങനെ അവര് പുറത്തേക്ക് പതുക്കെ ഇറങ്ങി വരുന്ന സമയത്താണ് കിഷോറിനെ കണ്ടത്. കിഷോറിനെ കണ്ടതും അവരുടെ പറഞ്ഞ് എങ്ങ് നോക്കി, അതാരാ നിൽക്കണേന്ന് നോക്കാൻ പറയാണ്. പെട്ടെന്നാണ് അജാസ് ആ കാഴ്ച കാണുന്നത്. ഇവരിവിടെ എത്തിയോ, എങ്ങനെ എത്തിയെന്നൊരു ചിന്ത ഉണ്ടായിരുന്നുണ്ട്. അപർണ പറഞ്ഞു, മിക്കവാറും നമ്മളെ ഫോളോ ചെയ്തിട്ട് വന്നായിരിക്കും. നമ്മൾ എവിടെയാ എന്താണെന്നും അവൻ അറിയില്ലാന്ന് തോന്നേ, അപ്പൊ അതുകൊണ്ട് അന്വേഷിച്ച് വന്നാണ് ചാൻസ്. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. എന്തൊക്കെയോ സംശയങ്ങള് മനസ്സിൽ കേറിയിട്ടുണ്ട്. നമ്മൾ രണ്ടിനെയും വെച്ച് അങ്ങനെ തന്നെ വേണം. ഇവനിട്ട് നല്ലൊരു പണി തന്നെ നമുക്ക് കൊടുക്കണം. ഒരു പണി കൊടുത്തിട്ട് പോവാന്ന് പറയാം. ഇത് കേട്ട അജാസുറ, ശരിയാ, ഇവിടം വരെ എന്താണെങ്കിലും ഇവന് ഓടിക്കതച്ച് വന്നതല്ലേ, അപ്പൊ ഇവനിട്ടൊരു പണി കൊടുക്കണേന്ന് ചോദിക്കുക. ഈ സമയം രഞ്ജു തന്നെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പൊ രഞ്ജുവിനെ കാണാനായിട്ട് ധ്യാനം കൂടെ എത്തുവാണ്. അപ്പൊ ബാക്കി എല്ലാരും കൂടെ ഇങ്ങോട്ട് റിസോർട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ രഞ്ജുവിനെ മാത്രം അവർ കൂടെ കൂട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ രഞ്ജുവിനെ കാണാൻ വേണ്ടി ധ്യാനം വന്നിട്ടുണ്ട്. എന്നാലും നിന്നെ തന്നെ ആക്കിയിട്ട് അവരെല്ലാരും കൂടെ പോയല്ലോ എന്ന് പറയാം. ഇത് കേട്ട രഞ്ജു പറഞ്ഞു, അതിനെന്താ കുഴപ്പമിരിക്കുന്നേ, എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറയാം. അതെ, ഇപ്പൊ നീ ഇത് പറയും, നിനക്കറിയാലോ, എങ്ങാനും വല്ല ബോധക്കേട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം. പിന്നെ അത് ഞാൻ മെഡിസിൻ കഴിച്ചോണ്ടിരിക്കുമല്ലേ, അങ്ങനെ എനിക്ക് ബോധക്കേടും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇതാ ഞാൻ പറഞ്ഞേ, എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് US അങ്ങോട്ട് എവിടെയെങ്കിലും പോയാലോ, അവിടെ ആകുമ്പോൾ എനിക്ക് നല്ലൊരു ജോലിയും റെഡിയാവും. അത് മാത്രമല്ല നിന്റെ ചികിത്സ നടക്കുമെന്ന് പറയാം. ഇത് കേട്ടതും ഗീതു അല്ല രഞ്ജു പറഞ്ഞു, അത് വല്ല നടക്കുന്ന കാര്യമാണെന്ന് ചോദിക്കും. അതെന്താ? അങ്ങോട്ടൊക്കെ പോണെങ്കിലേ ഗോവിന്ദായിട്ട് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയണം. അത് മാത്രമല്ല അമ്മ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അമ്മ ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്ന് പറയാം. അത് ശരി തന്നെയാ, പക്ഷേങ്കില് ഒരു പക്ഷേങ്കിലില്ല. അങ്ങനെ എന്നെ കൊണ്ടുപോകണമെങ്കിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ മുൻപില്, എന്റെ കഴുത്തിലൊരു താലി ആർത്തി അങ്ങോട്ട് കൊണ്ടുവെക്കോ, എന്നാ പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയാം. അങ്ങനെ വേണ്ടി വന്നാൽ എനിക്ക് അങ്ങനെ ചെയ്യാൻ മടിയില്ല, അറിയാലോ. എനിക്കിപ്പം പ്രധാനം നീയാണ്. എനിക്കിനിയിപ്പോ കണ്ടോ, ഇപ്പൊ തന്നെയാണെങ്കിലും നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യം വരത്തില്ലായിരുന്നു. നീ ഇവിടെ തന്നെ ഉള്ളെന്ന് അറിഞ്ഞിട്ടാ ഞാൻ നിന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നേ. എന്തെങ്കിലും രാത്രിയിൽ എന്തെങ്കിലും വയ്യായി വന്നാൽ പോലും ആരും ഇല്ലല്ലോ അടുത്ത്, ആ ഒരു ടെൻഷൻ കൊണ്ടാണ് ഞാൻ ഓടി വന്നേ. പക്ഷെ എൻ്റെ അടുത്താണെങ്കിൽ ഞാൻ നിന്നെ ഇട്ടിട്ട് ഒടത്തും പോകത്തുമില്ല. പോവാണ് നമ്മൾ രണ്ടും ഒരുമിച്ചല്ലേ പോകത്തുള്ളൂ എന്ന് ചോദിക്കുക. അതൊന്നും ഓർത്ത് ഇനി വിഷമിക്കേണ്ട. പോരാത്തന്
ഗീതു ഇവിടെ ഇല്ലല്ലോ, ഗീതു ഇവിടെ ഉണ്ടാ കുഴപ്പമില്ലായിരുന്നു. അതാ എനിക്ക് ടെൻഷൻ എന്ന് ധ്യാൻ പറയാ. ഒരു പക്ഷെ ഗീതു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ തനിച്ചാക്കിയിട്ട് ഗീതു പോകാനോട് സമ്മതിക്കില്ലായിരുന്നു. പക്ഷെ മറ്റവർക്ക് അത്രമാത്രം ഉത്തരവാദിത്വമല്ലേ ഉള്ളൂ നിന്റെ കാര്യത്തില്. പോരാത്തന് രാധികാമ്മയുടെ സ്വഭാവത്തെക്കുറിച്ച് നീ പറഞ്ഞ് എനിക്ക് നന്നായിട്ട് അറിയാൻ ചെയ്യാന്ന് പറയണം. അതെ, അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ബാ, ഞാൻ എന്തേലും ഫുഡ് ഉണ്ടാക്കി തരാന്ന് പറയാം. ഇത് കേട്ടൻ ധ്യാനം പറഞ്ഞു, ഇപ്പൊ എനിക്ക് ഫുഡൊന്നും വേണ്ട, നീ എൻ്റെ അടുത്ത് കുറച്ചു നേരം ഇരുന്നാൽ മതി എന്ന് പറയാണ്. അങ്ങനെ രഞ്ജു ധ്യാനിയോടൊപ്പം പറ്റിച്ചേർന്നിരിക്കുകയാണ്. കുറെ സമയം കഴിഞ്ഞ് ധ്യാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് പുറത്തോട്ട് ഒന്ന് ചുറ്റിയടിച്ചിട്ട് വന്നാലോന്ന് ചോദിക്കാം. ആഹാ, അത് കൊള്ളാലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ആളിങ്ങോട്ട് വന്നല്ലേന്ന് ചോദിക്കാം. അല്ല, വെറുതെ ഇവിടെ എത്ര സമയം ഇരുന്നാ ബോറടിക്കുന്നേ, അതുകൊണ്ട് പറഞ്ഞാന്ന് പറയണം. ശരിയെന്നും പറഞ്ഞ് അവരങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് അവർക്ക് പരിചയമില്ലാത്തൊരു വണ്ടി അങ്ങോട്ട് വരുന്നേ. പെട്ടെന്ന് രഞ്ജു പറഞ്ഞേ, ഇത്ര ഇവിടുന്ന് രാധികാമ്മയൊക്കെ തിരിച്ചു വന്നോ? പക്ഷെ രാധികാമ്മ പോയത് ഈ വണ്ടിക്കല്ലല്ലോ, ഇനി അവരുടെ വണ്ടിക്ക് എന്തിനും കേട് സംഭവിച്ചിട്ടാണോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അങ്ങനെ അവരങ്ങോട്ട് ഇറങ്ങി ചെല്ലി കഴിയുമ്പോൾ പരിചയമില്ലാത്തൊരു സ്ത്രീ അങ്ങോട്ട് വരുവാണ്. അവരെ കണ്ടതും പെട്ടെന്ന് രഞ്ജു ചോദിച്ചു, ആരാ എന്താന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും രഞ്ജുവിനോട് ചോദിച്ചു, അല്ല നീ ഏതാന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടൻ ധ്യാൻ പറഞ്ഞു, ഞങ്ങളാരെങ്കിലും ആട്ടെ, നിങ്ങൾ ആരെ കാണാൻ എങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക. രാധികേനെ കാണാനെന്ന് പറയാ. ഇത് കേട്ടതും രഞ്ജു പറഞ്ഞു, രാധികാമ്മ എവിടെ ഇല്ലെന്ന് പറയണം. ഓ അങ്ങനെ, അല്ല നിങ്ങളാരാ? ഞങ്ങൾ ആരാ നിങ്ങൾ വഴിയെ മനസ്സിലാക്കുള്ളൂ എന്ന് പറയാം നിങ്ങക്ക്. ഇത് കേട്ടതും അനാർക്കലി പറഞ്ഞു, അതെ ഞാൻ ആരാന്നൊക്കെ രാധികയ്ക്ക് അറിയാം, അതുകൊണ്ട് രാധിക വരുവാണ് ഒരു കാര്യം പറഞ്ഞാൽ മതി, അനാർക്കലി വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ മാത്രം മതി. അനാർക്കലിക്ക് അറിയാന്ന് പറയാണ്. അല്ല, അനാർക്കലിക്കല്ല, രാധികയ്ക്ക് അറിയാന്ന് പറയാണ് എന്നെ. ഇത് കേട്ടതും രഞ്ജു കൊടുത്ത, അനാർക്കലിയോ, ഇങ്ങനൊരു പേര് ഇതിനു മുമ്പ് കേട്ടിട്ടും കൂടി ഇല്ല. അല്ല എന്തെങ്കിലും കാര്യം പറയണമെന്ന് ചോദിക്കും. ഇത് മാത്രം പറഞ്ഞാൽ മതി, ബാക്കി അവൾക്ക് മനസ്സിലായിക്കോളൂ എന്ന് പറയണം എന്നും പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോവാണ്. ഈ സമയം രഞ്ജു കൊടുത്തത് ആരായിരിക്കും പോലും? അനാർക്കലി. ഇങ്ങനൊരു പേര് ഇതിനു മുമ്പ് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഒരു പക്ഷെ രാധികാമേൻ ഇതിനു മുമ്പ് ഇവരെ കാണാൻ വന്നിട്ടുമില്ല. ഈ സമയം ധ്യാൻ ചോദിച്ചു, അല്ല നിനക്ക് വല്ല മുൻപരിചയം എന്തെങ്കിലും ഉണ്ടെന്ന് ചോദിക്കും. ഇല്ല, ഞാൻ ഇതിനായിട്ട് ഇവിടെ വന്നിട്ട് ഇവരെ കണ്ടിട്ടില്ല, ഈ സ്ത്രീനെ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷെങ്കില് രാധികാമ്മയുടെ വല്ല പരിചയക്കാരിയാണോന്നും അറിയത്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ രാധികാമ്മനെ വിളിച്ചിട്ടല്ലേ ഇങ്ങോട്ട് വരത്തുള്ളൂ. ഇത് രാധികാമ്മനെ വിളിക്കാതെ വന്ന പോലെ ഉണ്ട്. ഒരു പക്ഷെങ്കില് വിളിക്കാതെ വന്ന അതെയാണ് പറയാൻ പറ്റത്തില്ലെന്ന് പറയാം. എന്തേലും ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് രഞ്ജുവും ധ്യാനും കൂടെ പുറത്തേക്ക് പോവാണ്. ഈ സമയം അനാർക്കലി കാറി കയറിയിട്ട് പറഞ്ഞു, എത്രയൊക്കെ പോയാലും നിനക്ക് ഒരിടത്തേക്കും എത്താൻ പറ്റില്ല രാധികയെ, നിന്നെ തേടിയാൻ എത്തിക്കഴിഞ്ഞു. നീ ഇപ്പൊ ഇവിടെ ഇല്ല എങ്കിലും നീ ഇങ്ങോട്ട് വരൂല. വന്ന് കഴിയുമ്പോ എന്റെ കയ്യിൽ നിന്നെ കിട്ടും. അതേ കാലം നിനക്ക് ഇനി എന്നെ പറ്റി ജീവിക്കാനായിട്ട് കഴിയില്ല. പറഞ്ഞ തുക തന്നിട്ടല്ലെങ്കിൽ അനാർക്കലി ആരാ നീ അറിയാൻ പോകുന്നുള്ളൂ. നാളെ നിന്റെ വീട്ടുമുറ്റത്തേക്ക് ഞാൻ കയറി വരും. പിന്നെ ഗോവിന്ദ് സത്യങ്ങളൊക്കെ അറിയും. പിന്നീട് നടക്കാൻ പോകുന്ന എന്താന്ന് നീ ചിന്തിക്കുന്നേക്കാളും അപ്പുറമായിരിക്കും എന്നൊരു ചിന്ത അനാർക്കലി മനസ്സിലുണ്ട്. അനാർക്കലി ഏത് മനസ്സിൽ പറഞ്ഞിട്ട് ഡ്രൈവറോട് പറഞ്ഞു വണ്ടി എടുക്കാൻ പറയാണ്. അങ്ങനെ അനാർക്കലി അങ്ങോട്ട് പോവാണ്. കാരണം നീണ്ട വർഷങ്ങൾക്ക് ശേഷം അനാർക്കലി ജയിൽ മോചിതയായിരിക്കുകയാണ്. അങ്ങനെ ഇനിയിപ്പം നമ്മൾ കാണാൻ പോകുന്ന അനാർക്കലിയും രാധികാമയും ഭദ്രനും ആക്കിയായിട്ടുള്ള നല്ല ഒരു ഉഗ്ര ഫൈറ്റ് തന്നെയാണ്. ഇതിനിടയ്ക്ക് ഗോവിന്ദ ആ സത്യങ്ങളൊക്കെ അറിയും, രാധികാമയുടെ ചതിയൊക്കെ തിരിച്ചറിയും. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.